പ്രേമിച്ച് നടക്കുമ്പം പഞ്ചാരയാണ്, ചക്കരയാണ്, തേനാണ്, പാലാണ്, എല്ലാമാണ്. കല്യാണം കഴിച്ച് ഒരു കുഞ്ഞൊക്കായി കഴിയുമ്പം എല്ലാം പോയി. തേനില്ല, ചക്കരയില്ല, ഒന്നുമില്ല. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം? ഞാനിപ്പോഴും ആലോചിക്കും. അതെന്താണ് അങ്ങനെ ആവുന്നത്? ഞാൻ ഒരു ലവ് മാരേജാണ്. അതർ കാസ്റ്റ് മാരേജ്. ഒരുപാട് വർഷങ്ങളായി. ഇന്നും ഞങ്ങൾ പ്രേമിക്കുകയാണ്. പിന്നെ പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിയും. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ഇവർ രണ്ടും ഇങ്ങനെ പിരിഞ്ഞു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് എന്താണെന്ന്. ഇപ്പം പ്രേമിച്ച് നടക്കുമ്പം യഥാർത്ഥ ഫേസ് കാണിക്കത്തില്ല, എല്ലാം മറച്ചു വെച്ച് ഉള്ള ഫേസ് ആയിരിക്കും. യഥാർത്ഥമായിട്ടുള്ള ഫേസുകൾ ഒന്നും കാണിക്കത്തില്ല. ഈ അടുത്ത കാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെക്കൻ പെണ്ണ് അവർ ഒരുപാട് വളരെ ചെറുപ്പം തൊട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ കല്യാണം കഴിക്കുന്ന സമയത്താണ് അറിയുന്നത് തന്നെ. അപ്പം ഒരു വളരെ ചെറുപ്പം തൊട്ട് സ്കൂളിൽ പഠിക്കുമ്പം തൊട്ട് തുടങ്ങിയ ഒരു പ്രണയമായിരുന്നു. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു ഒരു കുഞ്ഞൊക്കായി. ഇവരങ്ങ് അടിയും ബഹളവും പ്രശ്നങ്ങളും ഒക്കെയാണ്. അപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് വയ്യ. അവർക്ക് പിരിയണം. ഇത് മാത്രമാണ് അവർ വളരെ ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് തോന്നിയെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ മറച്ച് വെച്ചുള്ള കാര്യങ്ങൾ. അപ്പം ഇവരിപ്പോൾ രാവിലെ എഴുന്നേക്കും തൊട്ട് അയ്യോ ഉറങ്ങുന്നത് വരെ ഇവർ രണ്ടുപേരും ഒരു കണക്ഷനിലേ ഇരിക്കും. അപ്പം പരസ്പരം അങ്ങനെ അത്രയും ആഴത്തിലിരിക്കുന്നത് കാരണമാണ് അവരങ്ങനെ വിവാഹത്തിലേക്ക് അത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും വർഷങ്ങൾ. കല്യാണം കഴിക്കുന്നവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ഇവർക്ക് ഇവരുടേതായ പേഴ്സണലായിട്ടുള്ള മാറ്റേഴ്സ് കാണും. അതൊന്നും ഈ പങ്കാളിയായിട്ട് പറയാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അവരുടെ ആ പ്രേമ നിമിഷങ്ങൾ മാത്രം അവരിങ്ങനെ പങ്കിട്ട് മുന്നോട്ട് പോകും. അപ്പം ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്ര ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ച് അവരോട് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെളിയിൽ പോകുമ്പോൾ ഇത് എവിടേക്കോ പോകുന്നുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് ഈ കുട്ടിയെക്കുറിച്ച്. അപ്പോൾ ഈ കുട്ടി പറയുന്നത്, ഇല്ല ഞാനെങ്ങും പോകുന്നില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടെയാണ് പോകുന്നത്, എൻ്റെ ഫ്രണ്ട്സാണ് കൂടുതലും ഉള്ളത് എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം വീട്ടിൽ പറഞ്ഞിട്ട് ഇവർ അവിടെ ഇവിടെയൊക്കെ അങ്ങ് ചുറ്റാൻ പോകും. വീട്ടിൽ പറയട്ടല്ല, വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് സ്കൂളിൽ പോവാണ്, അല്ലെങ്കിൽ കോളേജിൽ പോവാണ്, അല്ലെങ്കിൽ അവിടെ പോവാണ്, ഫ്രണ്ട്സ് വീട്ടിൽ പോവാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് ഇവർ സകലയിടത്തും അങ്ങ് ചുറ്റും. അപ്പോൾ ചുറ്റുമ്പം ഈ കുട്ടി എനിക്ക് ഇത്ര ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ടല്ലേ, അയാളായാലും അങ്ങനെ ഒന്നും അങ്ങനെ പരസ്പരം പറയത്തില്ല. പ്രേമ നിമിഷങ്ങൾ മാത്രമായിരിക്കും. അപ്പം വന്നു കഴിഞ്ഞതിന് ശേഷം അറിയുന്നത് ഇയാൾ ഈ കുട്ടിക്ക് എന്താ വെച്ചാൽ അവളെ യഥാർത്ഥമായിട്ടൊരു കുട്ടിയാണ്. അവൾക്ക് ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് കൂടെ ഇരിക്കും. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ആൺ സുഹൃത്തുക്കളല്ല, പെൺ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്നതും അതും ഇതുമൊക്കെയാണ്. അവൾക്ക് ആ കല്യാണത്തിൻ്റെതായിട്ട് ആ കുഞ്ഞിൻ്റെ ഒരു മെച്യൂരിറ്റി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത്ര നാളും നമ്മുടെ കൂടെ ഇരുന്ന് ഇപ്പോൾ പെട്ടെന്ന് അപ്പോൾ അയാൾ വിചാരിക്കുന്നത് എന്നോട് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് അല്ല വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ വന്നില്ലേ, അവിടെ ചുറ്റിയില്ലേ, ഇവിടെ പോയില്ലേ, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, ഇപ്പം എന്നോട് കള്ളം പറഞ്ഞിട്ട് അവൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോവുകയാണോ, ഈ ഒരു ചിന്ത മാത്രമാണ് ഉള്ളത്. ഇത് ഭയങ്കര പ്രശ്നമായിട്ടങ്ങ് മാറുകയാണ്. ഇങ്ങനെയുണ്ട്. പിന്നെ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് വീട്ടിൽ അച്ഛനും അമ്മയോടും കൂടുതൽ സ്നേഹം കാണിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അവരുടേതായിട്ട് ഇപ്പോൾ പരസ്പരം അവരങ്ങനെയാണ്. കല്യാണം കഴിയുമ്പോൾ നമ്മൾ സ്നേഹിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഈ ക്യാരക്ടറുണ്ട്, എനിക്ക് ഇത് ഇഷ്ടമാണ്, ഞാൻ ഇതിനൊരു അഡിക്റ്റാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യണം, ഇതെനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പരസ്പരം പങ്കാളികളോട് അല്ല ഈ ലവേഴ്സ് തമ്മിൽ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കണം. അപ്പോൾ പ്രശ്നം ഉണ്ടാവത്തില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതലും അങ്ങനത്തുള്ള കാര്യമാണ്. മറച്ച് ഒരു എന്തോ പറയുന്നേ, ഒരു മുഖംമൂടിയല്ലേ ആണ്. ഒരു മറ ഉണ്ടാവും. ഈ മറയോട് നല്ലത് മാത്രം കാണിക്കും, ചീത്തയൊന്നും കാണിക്കാതെ. ഒന്നിച്ച് വരുമ്പോഴായിരിക്കും ഈ ചീത്തയെ കാണിക്കുന്നത്. ചീത്ത കാര്യങ്ങളെല്ലാം പരസ്പരം അറിയും, വഴക്കാവും. ആ കുട്ടിക്ക് ഇവനെ വെച്ച് ഒരു പരാതിയുമില്ല. കാരണം അവൻ ഓപ്പണായിരുന്നത്. എല്ലാ കാര്യങ്ങളും കറക്റ്റാ പറഞ്ഞില്ലേ. മാരേജിന് ശേഷവും അവൻ കറക്റ്റാ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇവളാണ് ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് വൃത്തികെട്ട ഒരു ക്യാരക്ടറല്ല, ഒരു നല്ല ക്യാരക്ടറാണ്. അവൾ ഫ്രണ്ടിൻ്റെ കൂടെ കൂടുതലായിട്ട് ഇതുണ്ട് അവൾക്ക്.
സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നു. പക്ഷേ ഈ ചെക്കൻ എൻ്റെ എൻ്റെ വീട്, കുടുംബം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഇത്ര വർഷം ലവ് ചെയ്യുന്നതോ കല്യാണം കഴിക്കുന്നതോ അല്ല മുഖ്യം. മനസ്സിലാക്കുക, പരസ്പരം മനസ്സിലാക്കുക. എല്ലാം തുറന്ന് ഇങ്ങനെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റുവാണെങ്കിൽ അന്നേ അംഗീകരിക്കണം. കല്യാണത്തിന് മുന്നേ. അല്ല അന്നേ അല്ലെങ്കിൽ എനിക്കിതൊന്നും ഇഷ്ടമല്ല, നിനക്കതെല്ലാം മാറ്റാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. പറ്റത്തില്ലെങ്കിൽ നമുക്ക് പിരിയാം എന്ന് അന്നേ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോവുക. പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഇത്രയേ ഉള്ളൂ ഞാൻ, ഇത്രയേ ഉള്ളൂ എന്ന് അങ്ങോട്ട് പങ്കാളിക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആണായാലും പെണ്ണായാലും. എൻ്റെ അനുഭവങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാവത്തില്ല. വഴക്ക് ഞാനാ അടിക്കുന്നത്. ഞാൻ പാടിക്കൊല്ലും വീട്ടിലെല്ലാവരും. അതൊക്കെയാണ് ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് 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 അനുഭവങ്ങളും അവർ ഇങ്ങനെ ലവ് ചെയ്ത് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവർക്ക് മറ്റുള്ളവർ പ്രണയിച്ച് പിരിയുമ്പം അവർക്ക് തോന്നും, എന്താണ് ഇവരിങ്ങനെ പിരിയുന്നത്? ഇത്രയ്ക്ക് മോശമാണോ പ്രേമം എന്നൊക്കെ തോന്നും. എല്ലാം പരസ്പരം പറയുക. നമ്മുടെ സാമ്പത്തികം, ചുറ്റുപാട്, റിലേഷൻഷിപ്പ്, നമ്മുടെ ഇഷ്ടങ്ങൾ എല്ലാം മനസ്സിലാക്കി പരസ്പരം പറഞ്ഞു കഴിഞ്ഞാൽ ലവ് മാരേജ് പോലെ ഇത്രയ്ക്ക് മനോഹരമായ ഒന്ന് ഭൂമിയിലില്ല. താങ്ക് യു വെരി മച്ച്.